നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ആണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം, നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്ന മിക്ക ക്ലയൻറ്റും നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ വീട്ടിൽ എത്ര KWയുടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം, ഏത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മളടുത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തേക്കാം എന്നുള്ളത്. മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണിത്. 3 തരത്തിലുള്ള സോളാർ സിസ്റ്റം ആണുള്ളത്: ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സോളാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമ്മളൊരു ബാറ്ററിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് വൺസ് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്കുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത്. അത് നമ്മളെ KCBയുടെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തത് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KCBയുടെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. അത് വൺസ് നമുക്ക് വീട്ടിൽ നമുക്ക് പവർ ഇല്ലാത്ത സമയത്ത്, കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോത്ത്, അതായത് ബാറ്ററിയിൽ നമുക്ക് ബാക്കപ്പും ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മൾ KCBയുടെ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നമ്മൾ മിക്കവരും സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കുക എന്നുള്ള ഒരു ആവശ്യം കൊണ്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 0 മുതൽ ഒരു 500 യൂണിറ്റ് വരെ യൂസ് ചെയ്യുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ അതിന്റെ താരിഫ് വരുന്നത് 8 രൂപ 5 പൈസയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അവരെ ബില്ലിംഗ് എന്ന് പറയുക ഒരു 4500 രൂപയുടെ അടുത്ത് വരും. ഇനിയിപ്പം 500 യൂണിറ്റിന്റെ മുകളിലാണെങ്കിൽ പെർ യൂണിറ്റിന്റെ ചാർജ് വരുന്നത് 9 രൂപയാണ്. അപ്പം മിക്ക ആൾക്കാരും ചോദിക്കുന്നതാണ്, നമ്മൾ എത്ര KWയുടെ സോളാർ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ ഒരു റേഞ്ചിലൊക്കെ ബില്ലിംഗ് വരുന്നത്, അതായത് 4500, 5000, 6000 രൂപയൊക്കെ ബില്ലിംഗ് വരുന്ന വീട്ടിലേക്ക് നമുക്കൊരു 3 KW മതിയാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 മാസം കൂടുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത്. അപ്പോൾ ഇനി അതിന്റെ മുകളിൽ, അതായത് ഒരു 10,000, ഒരു 10,000 രൂപയൊക്കെ നമുക്ക് എനർജി ചാർജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്കൊരു 5 KW ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. ആസ് എൻ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് നമുക്കൊരു 6000, 7000 ഒക്കെ റേഞ്ചിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമുക്ക് വീട്ടിൽ നമുക്ക് റൂഫ് ടോപ്പിൽ നമുക്ക് പാനൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് 5 KW ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ സർക്കാർ നമ്മളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോളാർ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വീടുകളിലും സോളാർ എന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം. അതായത് ഇപ്പോൾ നമ്മൾ ഓൺ ഗ്രിഡും ഹൈബ്രിഡും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 KW വരെ നമുക്ക് 60,000 രൂപയും, 3 KW മുതൽ നമുക്ക് 10 KW വരും 78,000 രൂപ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സബ്സിഡി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. 2 തരം പാനലുകളാണ് നമ്മളെ മാർക്കറ്റിലുള്ളത്: DCR പാനലും നോൺ DCR പാനലും, അതായത് ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് പാനൽസ്. ഈ DCR പാനൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന പാനലുകളാണ് DCR പാനലുകൾ. അതായത് അതിന്റെ സോളാർ സെല്ലും മൊഡ്യൂളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ഈ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് സബ്സിഡി കിട്ടുകയുള്ളൂ. ഇനി അടുത്തുള്ളത് നോൺ DCR സോളാർ പാനൽസ് ആണ്, നോൺ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് പാനലുകൾ. ഈ പാനലുകൾ എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിൽ നിന്ന്, അതായത് ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന പാനലിനാണ് നോൺ DCR സോളാർ പാനൽസ് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുക പ്രൈവറ്റ് പ്രൊജക്റ്റില്, ഇൻഡസ്ട്രിയലില്, കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിൽ, അതായത് നമുക്ക് ഈ സബ്സിഡി വേണ്ടാത്ത പ്രൊജക്റ്റുകളിലാണ് നമ്മൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ പാനലുകളിന് കമ്പാരിറ്റീവ്ലി വില കുറവായിരിക്കും. DCR പാനലിനെ അപേക്ഷിച്ചിട്ട് ഈ പാനലുകളിന് റേറ്റ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി DCR പാനലിനേക്കാൾ കൂടുതലായിരിക്കും നോൺ DCR പാനലുകൾക്ക്. നമുക്ക് വില കുറവും പെർഫോമൻസ് കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ DCR പാനലുകളിനെ പരിഗണിക്കാം. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഓതറൈസ്ഡ് ഡീലർ, ഓതറൈസ്ഡ് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പല സൈറ്റുകളിലും ഇൻസ്റ്റാൾ ചെയ്ത പല കമ്പനികളും ഇന്ന് നിലവിലില്ല. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പാനലും അതായത് ഇൻവെർട്ടർ വേറെ കമ്പനി, പാനൽ വേറെ കമ്പനീൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പതിവായിരുന്നു അന്നേരം കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനികളൊന്നും ഇന്ന് നിലവിലില്ല. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഓതറൈസ്ഡ് ഡീലർ അടുത്ത് മാത്രം, നല്ല കമ്പനിയുടെ സാധനങ്ങൾ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കമ്പനികൾക്കും ഇപ്പം മിനിമം ഒരു 6 ഇയേഴ്സ് പാനലിനും അതുപോലെ തന്നെ ഇൻവെർട്ടറിനും ഇപ്പം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഷെയ്ഡ് ഇല്ലാത്ത ഏരിയയിൽ നോക്കിയിട്ട് വേണം നമ്മൾ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ അത് ബാധിക്കും. പിന്നെ ഈ പറയുന്ന മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ 1/3 പ്രൊഡക്ഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. എല്ലാവർക്കും സോളാറിനെ കുറിച്ചിട്ട് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.